സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങി. രാവിലെ 7 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. രാവിലെ 6:15 മോക്ക് പോളിംഗ് നടത്തി. തുടർന്നാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. രാവിലെ മുതൽ തന്നെ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിരയുണ്ട്. പറവൂരിലെ കേസരി ബാലകൃഷ്ണപിള്ള മെമ്മോറിയൽ കോളേജിലെ ബൂത്തിലെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യയ്ക്കും മകൾക്കും ഒപ്പമെത്തിയാണ് സതീശൻ വോട്ട് ചെയ്തത്. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മോഹൻലാൽ, സണ്ണി ജോസഫ്, സുരേഷ് ഗോപി എന്നിവരും വോട്ട് രേഖപ്പെടുത്തി. വോട്ടിന് പണം. സിമി സജീവിന് ഉന്നത ബി.ജെ.പി. നേതാക്കളുമായി അടുത്ത ബന്ധം. പാലക്കാട്ടെ വോട്ടിന് പണം ആരോപണത്തിൽ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനൊപ്പമുള്ള സിമി രാജീവിന് ഉന്നത ബി.ജെ.പി. നേതാക്കളുമായി അടുത്ത ബന്ധം. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്ത്. സിമി സജീവ്, ശോഭാ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും ഒപ്പം നിൽക്കുന്ന ചിത്രവും നേരത്തെ പുറത്തു വന്നിരുന്നു. പാലക്കാട് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള ചിത്രമായിരുന്നു പുറത്തു വന്നത്. കണ്ണാടിയിൽ യുവതി ശോഭാ സുരേന്ദ്രന്റെ കാറിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. മലപ്പുറം മങ്കടയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ ഡ്രൈവറും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചതായി പരാതി. തിരൂർക്കാട് സ്വദേശി ഷെബീറിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ ഷെബീറിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദിന്റെ ഡ്രൈവർ ഇക്ബാൽ, സുഹൃത്ത് ആഷിഖ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. കുന്നത്ത് മുഹമ്മദിനെതിരെ ബഷീർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് പ്രകോപിതരായാണ് ഇവർ ആക്രമണം നടത്തിയതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്കെതിരെ പരാതി. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ടി റനീഷിനെതിരെ എൽ.ഡി.എഫ് പരാതി നൽകി. മണ്ഡലത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ സ്ഥാനാർത്ഥി കിറ്റും പണവും നൽകുന്നുവെന്നാരോപിച്ചാണ് എൽ.ഡി.എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഭവന സന്ദർശന വേളയിൽ വോട്ടർമാർക്ക് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റുകളും പണവും വിതരണം ചെയ്തുവെന്ന് എൽ.ഡി.എഫ് ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള പരിധിയിൽ കൂടുതൽ തുക പ്രചരണത്തിനായി ടി റനീഷ് ചെലവഴിക്കുന്നുണ്ടെന്ന് എൽ.ഡി.എഫ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സമാനമായ രീതിയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നുവെന്ന് തൃശൂരിലും പരാതി ഉയർന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ്. വിവിധയിടങ്ങളിൽ പണിമുടക്കി വോട്ടിംഗ് യന്ത്രങ്ങൾ. സംസ്ഥാനത്ത് 16ാം കേരള നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കവേ വിവിധ ജില്ലകളിൽ വ്യാപകമായി വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കുന്നു. പല മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നിശ്ചിത സമയത്ത് തുടങ്ങാൻ കഴിയാത്തതും ആരംഭിച്ച ഇടങ്ങളിൽ യന്ത്രങ്ങൾ പാതിവഴിയിൽ നിലച്ചതും വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും ഒരുപോലെ വലച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതൽ പരാതികൾ ഉയർന്നിരിക്കുന്നത്.